പുരുഷ ലൈംഗിക പ്രശ്നത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വില്ലൻ തന്നെയാണ് ഈ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ, ഉദാഹരണമില്ലായ്മ. അപ്പം അതിൻ്റെ കാരണങ്ങളും അതിൻ്റെ പരിഹാരങ്ങളും അതിൻ്റെ കോംപ്ലിക്കേഷൻസ് എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. ഏതെങ്കിലും ഒരു സമയത്ത് ജീവിതത്തിൽ ഇത്തരത്തിൽ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നീട് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുകയില്ല എന്നുള്ളൊരു തോന്നലാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വില്ലൻ. 6 എസെൻഷ്യൽ തിങ്സ്, അതായത് ജീവിതത്തിൽ നമ്മൾ നിർബന്ധമായിട്ടും പാലിക്കേണ്ട 6 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അത് നമ്മൾ കൃത്യമായിട്ട് പാലിക്കുകയാണെങ്കിൽ നമ്മുടെ ആരോഗ്യം പൂർണ്ണ പെർഫെക്റ്റ് ആയിരിക്കും. നമസ്കാരം, ഞാൻ ഡോക്ടർ മോഹ്സിൻ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് ഉദാഹരണമില്ലായ്മ അഥവാ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ. പുരുഷ ലൈംഗിക പ്രശ്നത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വില്ലൻ തന്നെയാണ് ഈ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ, ഉദാഹരണമില്ലായ്മ. അപ്പം അതിൻ്റെ കാരണങ്ങളും അതിൻ്റെ പരിഹാരങ്ങളും അതിൻ്റെ കോംപ്ലിക്കേഷൻസ് എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായിട്ട് കൊണ്ട് ഈ വീഡിയോ ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, ഈ അടുത്ത കാലത്തായിട്ട് ഒരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പേഷ്യൻറ്റ്, അദ്ദേഹത്തിൻ്റെ പ്രൊഫഷൻ ടീച്ചറാണ്. അദ്ദേഹം വന്നിട്ട് എന്നോട് പറഞ്ഞു, ഡോക്ടറെ എനിക്ക് പറയാൻ മടിയുണ്ട്. അപ്പം എന്താണെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഇതാണ് പ്രശ്നം. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇത് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തി, അവർ ഡോക്ടറെ അടുത്ത് പോകാതെ നിങ്ങൾ മടിച്ച് നിൽക്കുകയാണെങ്കിൽ എന്താ പ്രശ്നം? പിന്നെ ബാക്കിയുള്ള ആൾക്കാർ എങ്ങനെയാണ് അവർക്ക് അവയർനെസ് ഉണ്ടാവുക? അതുകൊണ്ടാണ് ഈ ടോപ്പിക്ക് ഞാൻ സെലക്ട് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം പുറത്ത് പറയാൻ മടിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അസുഖങ്ങളാണ് ലൈംഗിക പ്രശ്നങ്ങൾ. അതൊക്കെ സ്റ്റാർട്ടിങ്ങിൽ ട്രീറ്റ് ചെയ്യണമെങ്കിൽ വളരെ എളുപ്പം മാറുന്നതാണ്. മറിച്ച് അത് ക്രോണിക് ആയി കഴിഞ്ഞാൽ, കുറച്ച് പഴകി കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു അസുഖമാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. ഇനി നമുക്ക് എന്താണ് ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ എന്ന് നോക്കാം. ഉദാഹരണമില്ലായ്മ, അതായത് ബന്ധപ്പെടാൻ പറ്റാത്തൊരവസ്ഥ. ഈ പറഞ്ഞതിന് 2 തരത്തിലുണ്ട്. ഒന്ന് ക്രോണിക്കും ഒന്നാക്കിയിട്ടും വളരെ പെട്ടെന്ന് വരുന്നതും, അതുപോലെ തന്നെ തുടർച്ചയായിട്ട് ഉദാഹരണം ഇല്ലാത്തൊരു പ്രശ്നം. നേരത്തെ നമ്മൾ വേറൊരു പ്രീമച്വർ ഇജാക്കുലേഷൻ, ശ്രീകസ്ഖലനം എന്നുള്ള വീഡിയോ ചെയ്തിരുന്നു. അതിൽ നമ്മൾ അതിൻ്റെ കാരണങ്ങൾ പറഞ്ഞിരുന്നു, എന്താണ് ശ്രീകസ്ഖലനത്തിൻ്റെ കാരണം എന്നുള്ളത്. അതുപോലെ ഈ ഉദാഹരണമില്ലായ്മയുടെ അഥവാ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഏതെങ്കിലും ഒരു വിഷയം കാരണം. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. അതിൻ്റെ ഇടയിൽ ഏതെങ്കിലും സമയത്ത് ബന്ധപ്പെടുമ്പോൾ നമുക്ക് ബന്ധപ്പെടാൻ പറ്റാത്തൊരവസ്ഥ വരും. ഏതെങ്കിലും ഒരു സമയത്ത് ജീവിതത്തിൽ ഇത്തരത്തിൽ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നീട് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുകയില്ല എന്നുള്ളൊരു തോന്നലാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വില്ലൻ. നോർമലി ആയിട്ടുള്ള മറ്റു പല കാര്യങ്ങൾ കൂടാതെയുള്ള ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇതാണ്. ഒരു പ്രാവശ്യം ജീവിതത്തിൽ നടന്നില്ല എന്ന് വിചാരിച്ച് നമ്മൾ എന്തൊക്കെ കാര്യത്തിൽ ഒരു പ്രാവശ്യം ഡ്രൈവിംഗ് പഠിക്കുകയാണെങ്കിൽ എത്ര പ്രാവശ്യം വണ്ടി ഓഫ് ആവാറുണ്ട്, പിന്നീട് എത്ര സ്പീഡ് പോയിന് ഫൈൻ ഇട്ടാറുണ്ട്. അപ്പം അത് എല്ലാ കാര്യത്തിലും നമ്മൾ എന്താണ് വ്യത്യസ്തമായ തരത്തിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഒരുപാട് തെറ്റാതെ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പരാജയമാണ് വിജയത്തിൻ്റെ ചവിട്ടോടെ നമ്മൾ പലയിടത്തുനിന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ തെറ്റാതെ ഒരിക്കലും നമുക്ക് ഒരു കാര്യം സക്സസ് ആയിട്ട് ചെയ്യാൻ പറ്റാറില്ല. ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു സമയത്ത് നമ്മുടെ പരാജയം സംഭവിച്ചതിന് ശേഷം നമ്മളിതിൽ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഒരു കാലത്തും ഇത് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിട്ട് മാറും. ഇതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഒരു മാനസികമായിട്ടുള്ള ചിന്ത. രണ്ടാമത്തെ കാരണം സഡൻഡറി ലൈഫ് സ്റ്റൈൽ. ഇന്നത്തെ ആവശ്യത്തിലധികം കലോറികൾ കഴിച്ചുകൊണ്ടുള്ള, അല്ലെങ്കിൽ ജങ്ക് ഫുഡുകൾ ഉപയോഗിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ട്രാൻസ് ഫാറ്റുകൾ ഉപയോഗിച്ചിട്ടുള്ള, ആർട്ടിഫിഷ്യൽ ഷുഗർ കണ്ടൻറ്റ് കൂടുതലായിട്ടുള്ള കോള, പെപ്സി. ഉദാഹരണത്തിന് നൈറ്റ് ഫുഡ് ഉണ്ടാക്കിയ പെപ്സി വിത്ത് കോള ആയിരിക്കും. രണ്ടിലും ആർട്ടിഫിഷ്യൽ ഷുഗർ ഉണ്ട്. ഇത് ബോഡിയിൽ ഓവറായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നതോട് കൂടിയിട്ട് ബോഡിയിലുള്ള ബ്ലഡ് വെസൽസിൻ്റെ സർക്കുലേഷൻ പ്രോപ്പർ ആവാതെ വരികയും പിന്നീട് ഹെവി ആയിട്ട് ഉറക്കം വരിക, അതിനുശേഷം ഫിസിക്കൽ ആക്ടിവിറ്റീസ് വളരെ കുറയുക, ഹൈ കലോറി ഫുഡ് ഒരു 2000 വേണ്ട അടുത്ത് 3,000 to 4,000 കഴിക്കുകയും അതിനുശേഷം കിടന്നുറങ്ങുകയും ചെയ്യുക. നൈറ്റ് ലേറ്റായിട്ട്, മോർണിംഗ് വളരെ ലേറ്റായിട്ട് എഴുന്നേൽക്കുക, ഫിസിക്കൽ ആക്ടിവിറ്റീസ് തീരെ ഇല്ലാത്തൊരവസ്ഥ, പിന്നീട് ബോഡിയുടെ മൂവ്മെൻറ്റ്സ് തന്നെ കുറയും. ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് എല്ലാവിധ പ്രയാസങ്ങളും വരും. ഈവൻ ED മാത്രമല്ല, ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ മാത്രമല്ല അവർക്ക് വരിക, അവർക്ക് തൊട്ടു പിന്നാലെ തന്നെ ഡയബറ്റിക് ഉണ്ടാവും, ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവും, കൊളസ്ട്രോൾ ഉണ്ടാവും. അതിന് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ ചെക്ക് ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല. ഇത്തരത്തിൽ സഡൻഡറി ലൈഫ് സ്റ്റൈലിൽ ജീവിക്കുന്ന വ്യക്തികൾ നിർബന്ധമായിട്ടും ഒരു 3 to 4 months അവർ നോർമലായിട്ടുള്ള ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യേണ്ടതാണ്. കാരണം പിന്നീട് ക്രോണിക് ആയിട്ട് അസുഖങ്ങൾ പറയുന്നതിന് പകരം വളരെ എളുപ്പം തന്നെ നമുക്ക് കണ്ടെത്താൻ പറ്റും. ഇതൊക്കെ ഇതിൻ്റെ യാഥാർത്ഥ്യങ്ങളാണ്. ഇന്ന് OP വരുന്ന അല്ലെങ്കിൽ നമ്മളെ കൺസൾട്ട് ചെയ്യുന്ന പേഷ്യൻസിൻ്റെ റേഷ്യോ എടുത്ത് നോക്കുമ്പോൾ പറയുന്ന കാര്യങ്ങളാണിത്.
ചില പേഷ്യൻസിനൊക്കെ 26 ഷുഗർ സ്റ്റാർട്ട് ചെയ്യാണ്. പണ്ടൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടോ 26 ഷുഗർ? ചില പേഷ്യൻസ് 28 ആയിട്ടുള്ള പേഷ്യൻസ് പറയുകയാണ് ഡോക്ടർ കൊളസ്ട്രോൾ വളരെ അധികമാണ്. കല്യാണം കഴിഞ്ഞ് തൊട്ടടുത്തുള്ള ഡോക്ടർ എനിക്ക് ED ആണെന്ന് പറയാം. ചില പേഷ്യൻസ് ഡോക്ടർ എനിക്ക് പ്രീമച്വർ ഇജാക്കുലേഷനാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതൊക്കെ ഇതിൻ്റെ പണ്ടത്തിനേക്കാൾ ലൈഫ് സ്റ്റൈലാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വില്ലൻ. സഡൻഡറി ലൈഫ് സ്റ്റൈൽ. യുനാനി കൺസെപ്റ്റ് അനുസരിച്ച് മറ്റെല്ലാ വീഡിയോയിലും ഞാൻ പറയാറുണ്ട് 6 എസെൻഷ്യൽ തിങ്സ്, അതായത് ജീവിതത്തിൽ നമ്മൾ നിർബന്ധമായിട്ടും പാലിക്കേണ്ട 6 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അത് നമ്മൾ കൃത്യമായിട്ട് പാലിക്കുകയാണെങ്കിൽ നമ്മുടെ ആരോഗ്യം പൂർണ്ണ പെർഫെക്റ്റ് ആയിരിക്കും. അത് നിങ്ങൾ വിശദമായിട്ട് ആ വീഡിയോയിൽ സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. ഇനിയിപ്പോൾ ED ആയിട്ട് ബന്ധപ്പെട്ട മൂന്നാമത്തെ പ്രധാനപ്പെട്ട വില്ലൻ ഡയബറ്റിക് ആണ്. ഒരു 60 to 70 അല്ലെ 60 to 80 എന്ന് പറയും, 80 ഡയബറ്റിക് പേഷ്യൻസിനും ഇപ്പോഴല്ല കുറച്ച് കഴിയുമ്പോൾ ED കണ്ടുവരാറുണ്ട്. ഇത്തരത്തിൽ ഈ ഡയബറ്റിക് പേഷ്യൻസ് സ്റ്റാർട്ടിങ് തന്നെ ED ഉണ്ടാകുമ്പോൾ അവർ ഉടനെ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടതാണ്. പിന്നീടുള്ളതാണ് യൂറിക് ആസിഡ്. പിന്നെ ED കണ്ടുവരുന്ന എല്ലാ പേഷ്യൻസിലും ഒരു 80 to 90 പേഷ്യൻസിനോട് നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അവർ ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ അവർക്ക് അബ്ഡമിനൽ ഡിസ്കംഫർട്ട് നിർബന്ധമായിട്ടുണ്ടാവും. വയറ് സംബന്ധമായ പ്രയാസങ്ങളും ബുദ്ധിമുട്ടും അവർക്ക് കൃത്യമായിട്ടുണ്ടാവും, വളരെ ഗുരുതരമായ രൂപത്തിൽ. അതുപോലെ ശോധനയുടെ കുറവ്. പിന്നീട് ഏറ്റവും പ്രധാനപ്പെട്ട വില്ലൻ നമ്മൾ ഈ പറഞ്ഞ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ED നിന്ന് പൂർണ്ണമായിട്ടും മാറ്റാൻ പറ്റുന്നതാണ്. EDയുടെ കാരണം എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് നമ്മൾ ട്രീറ്റ് ചെയ്യാൻ വളരെ എളുപ്പം നമുക്ക് ട്രീറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ മറ്റു പല കാര്യങ്ങൾ ED സൈക്കാട്രിക് മെഡിസിൻ കഴിക്കുന്നതിൻ്റെ കാരണം അറിയുകയാണെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസീസാണ് ED ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ. ഇനി EDക്ക് ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഹോം റെമഡീസ് എന്താണെന്ന് നോക്കാം. ഖജൂർ, കാരക്ക, ഒരു 500 ഗ്രാം കാരക്ക പശു നെയ്യിൽ ചെറിയ പീസാക്കിയിട്ട് ഫ്രൈ ചെയ്തതിന് ശേഷം ഒരു തേനിൽ ഒരു 1/2 ലിറ്റർ തേനിൽ ഒരാഴ്ച വെച്ചതിന് ശേഷം രാവിലെയും വൈകിട്ടും 2 ടീസ്പൂൺ വീതം കഴിക്കുക. അതിൻ്റെ കൂടെ വാൾനട്ട്, അക്രൂട്ട് ഒരു 5 എണ്ണം അതിൻ്റെ കൂടെ തേനിലിടാതെ തന്നെ നേരിട്ട് കഴിക്കുക. ഇത് രണ്ടും കഴിക്കുകയാണെങ്കിൽ നോർമലായിട്ടുള്ളത് ഒരു 1 മന്ത് കൊണ്ട് തന്നെ കേവലം EDക്ക് മാത്രമല്ല ടോട്ടലി അവർക്ക് അതിൻ്റെ ചേഞ്ചസ് മനസ്സിലാവും. മടിയിൽ നിന്ന് മാറ്റം ഉണ്ടാവും, അവർ ടോട്ടലി എനർജറ്റിക് ആയിരിക്കും. ഇത്തരത്തിൽ ചെയ്ത് നോക്കാം. പിന്നെ EDയൊക്കെ സ്റ്റാർട്ടിങ് തന്നെ ട്രീറ്റ് ചെയ്യണമെങ്കിൽ വളരെ എളുപ്പം മാറാവുന്ന അസുഖമാണ്. യുനാനി വൈദ്യശാസ്ത്രത്തിൽ ഏറ്റവും മികച്ച ചികിത്സ EDക്ക് ലഭ്യമാണ്. കാരണം ഇതിനു മുമ്പത്തെ വീഡിയോ നമ്മൾ പറഞ്ഞിരുന്നു, യുനാനി പണ്ട് കാലത്തൊക്കെ പല പത്രമാധ്യമ മേഖലയൊക്കെ യുനാനി ലൈംഗിക അസുഖങ്ങൾക്ക് മികച്ച ചികിത്സ യുനാനി ഇന്നും പല പത്രമാധ്യമങ്ങൾ കാണാറുണ്ട്. കാരണം അതിന് അത്രയും ഫലം ഉള്ളതുകൊണ്ടാണ് ആ രൂപത്തിൽ അത് ഉപയോഗിക്കുന്നത്. ഇനി മറ്റൊരു വിഷയമായിട്ട് കാണാം. നന്ദി, നമസ്കാരം.